എത്രയും പെട്ടെന്ന് വരും. കാരണം ഞാൻ തന്നെ അതിൻ്റെ ഒരു മാനദണ്ഡവും എഴുതി കൊടുക്കും. ഇന്ന് നാളെയായിട്ട് എഴുതി കൊടുക്കും. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് തിരുവനന്തപുരത്തെ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് വരികയാണെന്ന് വയ്ക്കുക. കോട്ടയത്ത് നിന്നാണ് വരുന്നതെങ്കിൽ ഈ ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കും. ഈ കോട്ടയത്ത് നിന്ന് ഇദ്ദേഹം കീമോ ചെയ്യാൻ അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എൻ്റെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. കോട്ടയം മുതൽ ട്രിവാൻഡ്രം വരെയാണ് ഇദ്ദേഹത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ആ വരുന്ന വ്യക്തി പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കൊടുത്താണ് നമ്മളൊരു കാർഡ് ഇഷ്യൂ, ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു പാസ് ഇഷ്യൂ. ഈ പാസ് ഉള്ളവർക്ക് ഈ സൂപ്പർ ഫാസ്റ്റ് പോലുള്ള വണ്ടികളിൽ റിസർവ് ചെയ്യാൻ സൗകര്യം ചെയ്യും. കാരണം ഇവർ വയ്യാത്തവരാണ്. ഇവർ കയറുമ്പോൾ സീറ്റില്ല നിൽക്കാൻ പറഞ്ഞാൽ മോശമാണ്. അതുകൊണ്ട് റിസർവേഷൻ അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കും. ഫ്രീ ആയിട്ട് റിസർവേഷൻ കൊടുക്കും. കൂടെ വരുന്നവർക്ക് ടിക്കറ്റ് എടുത്താൽ മതി. ഇവരെ സീറ്റ് റിസർവ് ചെയ്ത് കൊടുക്കും. അവരെ കൂടെ ഉള്ളവരെ പൈസ കൊടുത്ത് ടിക്കറ്റ് റിസർവ് ചെയ്യുക. അപ്പോൾ റിസർവ് ചെയ്ത് പോരാൻ പറ്റും. അപ്പോൾ അത് 100% അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ഇതാണ് ഉദ്ദേശിക്കുന്ന പരിപാടി. ഇപ്പോൾ ഡോക്ടർ പറയണം 6 മാസത്തേക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 1 വർഷത്തേക്ക് കൊണ്ട് കൊടുക്കും. അതുകൊണ്ട് തീർന്നില്ലെങ്കിൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. അതിപ്പോൾ കോട്ടയത്ത് താമസിക്കുന്ന ഒരാളിന് തിരുവനന്തപുരത്താണ് വരണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാസ് ഇന്ന റൂട്ടിലാണെന്ന് അദ്ദേഹം ഇന്നടത്ത് നിന്ന് എൻ്റെ ഇന്ന ട്രിവാൻഡ്രത്തുള്ള ഇന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ആ സെക്ടറിലേ കൊടുക്കുള്ളൂ, വേറെ സ്ഥലങ്ങളിൽ കൊടുക്കത്തില്ല. അദ്ദേഹം ട്രീറ്റ്മെൻറ്റിന് വരുന്ന വ്യക്തി ട്രീറ്റ്മെൻറ്റിന് വരുന്ന ട്രിപ്പ് മാത്രമേ കൊടുക്കൂ. അല്ലാതെ ഇപ്പോൾ അവിടുന്ന് കോട്ടയത്ത് നിന്ന് പാലക്കാട് പോകാൻ കൊടുക്കത്തില്ല. ഉടൻ വരും. ഇന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ നിയമസഭയിൽ പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഡയറക്ടർ ബോർഡ് KSRTC ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ മുതൽ എൻ്റെ പ്രോസസ്സ് ആരംഭിക്കും. പരമാവധി ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായി. കാരണം നമ്മളെല്ലാ ഡിപ്പോയിലേക്കും സർക്കുലർ കൊടുക്കണം. പിന്നെ ഈ റിസർവേഷൻ ചെയ്യുന്ന കമ്പനിക്കാർക്ക് നമ്മൾ നിർദ്ദേശം കൊടുക്കണം. കാരണം അവരെ ഫ്രീ ആയിട്ട് റിസർവ് ചെയ്ത് കൊടുക്കണ്ടേ. അത് നമുക്ക് ഇത് തൊട്ട് പറയും, പിന്നീട് പരിഗണിക്കാം. ഇപ്പോൾ തൽക്കാലം ഇതൊന്ന് പരീക്ഷിക്കട്ടെ. ഇത് എത്രത്തോളം വിജയം കൈവരിക്കുമെന്ന് അറിയണം. ഇതിൻ്റെ ഒരു ഡേറ്റയും അറിയണം. എത്ര പേര് കയറുന്നു, എത്ര പേര് വരുന്നൊക്കെ അറിയണം. അറിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ കാര്യം പരിഗണിക്കാവുന്നതാണ്. ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ്. പക്ഷേ എൻ്റെ ആഗ്രഹം മുഴുവൻ ഈ പറഞ്ഞ ഒരു പഴഞ്ചൊല്ലുണ്ട്, വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് ശരിയല്ല. ഇത് നാശത്തിലേക്ക് പോയൊരു സ്ഥാപനമാണ്. അത് പച്ച പിടിച്ച് വരുമ്പോൾ അനാവശ്യമായ സൗജന്യങ്ങൾ എൻ്റെ സൗകര്യത്തിന് പ്രഖ്യാപിക്കുന്നത് ശരിയുള്ള മര്യാദയല്ല എന്നുള്ളതുകൊണ്ട് ഞാനത് ചെയ്യത്തില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് മനുഷ്യത്വം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് നമ്മളറിയാം, പണമുള്ളവരെല്ലാം ഒരല്പം പണം ഉണ്ടെങ്കിൽ പോലും ഒരു കാറ് പിടിച്ച് പിന്നെ അവർ സ്വന്തം കാറിലോ അവർ കീമോയ്ക്കും ഇത് റേഡിയേഷൻ പോകും. പക്ഷേ ഒരു ബസ്സിനെ ആശ്രയിക്കുന്നവർ ഏറ്റവും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരായിരിക്കും. അവർക്കാണ് ഈ സൗകര്യത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമുണ്ടാകും. കഴിഞ്ഞ ആഴ്ച ഒരു പരിപാടി റദ്ദ് ചെയ്തിരുന്നു. നാളെ നടക്കും. നാളെ രാവിലെ നല്ല വൃത്തിയുള്ള ക്രമീകരണത്തോടെ നാളെ നിങ്ങൾ വന്ന് നോക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇയാൾ അന്ന് അത് പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഇന്ന് നടക്കുന്നതെന്ന് നാളെ രാവിലെ 10 മണിക്ക് നടക്കുമ്പോൾ മനസ്സിലാവും. ക്യാൻസർ രോഗികളോടുള്ള കൺസേൺ മനസ്സിലാക്കാം. പക്ഷേ മിനിസ്റ്റർ പ്രസംഗിച്ച സമയത്ത് ഒരു കാര്യം പറഞ്ഞത് ഒരു നന്നായിട്ട് തോന്നിയില്ല. അതായത് അതെന്താണ്? KSRTC ബസ്സുകൾ ഇപ്പോൾ വരുന്നത് രാജാവിനെ പോലെയാണ്. പക്ഷേ മുടന്തിയും അല്ലെങ്കിൽ ഞൊന്തിയും അങ്ങനെയായിരുന്നു. നേരത്തെ അങ്ങനെയായിരുന്നു. വളരെ അവശനായി ആർക്കും വേണ്ടാത്ത രീതിയിൽ ഉടുപ്പെടുക്കാവുന്ന വണ്ടികളായിരുന്നു. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ രാജാവിനെ പോലെയാണ് വരുന്നത്. കാരണം രാജകീയമായ വരവാണ്. നിങ്ങൾക്ക് ഏത് യൂട്യൂബ് ചാനൽ, ഇവിടെ പ്രസംഗിച്ചപ്പോഴും ഞാൻ പറഞ്ഞില്ല, യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ ഓരോരുത്തരും KSRTC ആരാധനയോടെ റീൽസ് എടുത്ത് പോസ്റ്റ് ചെയ്യുകയാണ്. എൻ്റെ മുമ്പിൽ വന്നുവിടുന്ന ഒരു KSRTC ബസ്സിൻ്റെ മനോഹാരിത, അതിൻ്റെ വരവും അതിൻ്റെ സ്റ്റൈലും കണ്ടിട്ട് അത് ഷൂട്ട് ചെയ്തിട്ട് ഇടുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. സാധാരണക്കാരായ ആളുകൾ അവർ റീൽസ് ഇടുന്നത്. അത് നമ്മൾ കണ്ടില്ല എന്നടിക്കരുത്. നമ്മൾ ആ ചേഞ്ച് കണ്ടില്ല എന്നടിക്കരുത്. അതൊന്നും ഒരു വിഷയമാക്കരുത്. കാരണം എന്താ പറയുക, അതൊക്കെ ഒരു വിഷയമാക്കിയിട്ട് ഒരുതരം നല്ല കാര്യങ്ങളുടെ ഇടയിൽ അങ്ങനെ ഈ സദ്യക്കിടയിൽ നമ്മുടെ ഒരു ചൊല്ലുണ്ട് നാട്ടിൽ, സദ്യയിൽ അമേദ്യം വിളമ്പരുത്. അതുകൊണ്ട് സദ്യ ഉണ്ണു സന്തോഷമായി. അതിന് അങ്ങനെ കാണുന്ന ഇതിനെയൊക്കെ നന്നായിട്ട് കാണൂ പ്ലീസ്. ഞാൻ അങ്ങനെ കാണുന്ന ആളാണ്. ഞാൻ നന്നായി കാണുന്ന ആളാണ്. പുരോഗതിയാണ്. നിങ്ങൾ ഈ വർക്ക്ഷോപ്പെല്ലാം ഒന്ന് കയറി കാണുക. ഇതിൻ്റെ സ്ഥിതി പണ്ടിതായിരുന്നോ എന്ന് ആരോടെങ്കിലും ചോദിക്കുക. ഇതൊക്കെ നവീനമായ പുരോഗതി ഉണ്ടാകുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. പറഞ്ഞാൽ ശരിയാ, കുഴപ്പമൊന്നും പറഞ്ഞാൽ ശരിയാ. അങ്ങനെ അവശനായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന KSRTC ഇന്ന് നല്ല അന്തസ്സായി. ഞാനിവിടെ പ്രസംഗിച്ചപ്പോഴല്ലോ KSRTC ജീവനക്കാർക്ക് അഭിമാനം തോന്നുന്ന തരത്തിലുള്ള മാറ്റമാണ് KSRTC ഉണ്ട്. അത് അവർക്കത് അഭിമാനമാണ്. ഒരു KSRTC ജീവനക്കാരൻ ഒരു പ്രദേശത്ത് ജീവിക്കുമ്പോൾ മറ്റേടെ ശമ്പളം കിട്ടിയോ അങ്ങനെയൊക്കെ ചോദിക്കും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ നല്ല അടിപൊളിയാക്കുന്നുണ്ടോ, നിങ്ങൾ ഗംഭീര ആ എക്സ്പോ കിടന്നപ്പോൾ ആളുകൾ പറയാം നിങ്ങൾ ഗംഭീരമാണുള്ള ആൾക്കാർ, നിങ്ങൾ ഇത്ര മിടുക്കന്മാരാണോ എന്ന് അവരോട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? അതൊക്കെ നമ്മൾ കണ്ടില്ല എന്നടിക്കുന്നതിന്. ഇല്ല, അത് അങ്ങനെയൊന്നും പറഞ്ഞില്ല. ആവശ്യമില്ലാത്ത കാര്യം വളച്ചൊടിക്കണ്ട. വികലാംഗരെയൊന്നും പറഞ്ഞില്ല. അനിയ വളച്ചൊടിക്കല്ലേ, വേല കൈ വെച്ചേരെ. ഇപ്പൊ ഇതിനിടയ്ക്ക് എന്തിനാണ് ഈ മാമേദ്യം വിളമ്പുന്നത്? ഈ സദ്യയിൽ 15-ാം തീയതി നടക്കുന്ന വിഷൻ 2031 പരിപാടിയുമായി ബന്ധപ്പെട്ട് എല്ലാ RTO ഓഫീസുകളിൽ നിന്നും 3 പേർ ഒഴികെയുള്ള എല്ലാ ഓഫീസറും പങ്കെടുക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടോ. പങ്കെടുക്കണമല്ലോ. വിഷൻ 2030 എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് സർവീസ് ഇരിക്കുന്നവരറിയണം. അതുകൊണ്ട് എല്ലാ ജില്ലയിലും പങ്കെടുക്കാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടോ നാഗരാജ്? ഇല്ല, ഉണ്ടോ? എറണാകുളം മുതൽ ഇങ്ങോട്ടുള്ളവർ പങ്കെടുക്കാൻ പറയുന്നുണ്ട്. അത് സർക്കാർ വയ്ക്കുന്ന ഒരു വിദഗ്ധരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വിഷൻ, ഒരു സെമിനാറാണ്.
ആ സെമിനാറിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ഒക്കെ വിശദീകരിക്കും. 2030 എങ്ങനെയായിരിക്കണം ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോക്ക്, KSRTCയുടെ പോക്ക് എങ്ങനെയായിരിക്കണം, വാട്ടർ ട്രാൻസ്പോർട്ട് എങ്ങനെയായിരിക്കണം എന്ന് വിശദീകരിക്കുമ്പോൾ ആരും വരണ്ട കേട്ടോ, എല്ലാവരും വീട്ടിൽ ഇരുന്നു എന്ന് പറയാൻ പറ്റും. എല്ലാവരും വരണം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഓഫീസ് പ്രവർത്തനത്തെയൊന്നും ബാധിക്കത്തില്ല. അങ്ങനൊന്നും ആശങ്ക വേണ്ട. ആ ഒരു ദിവസം കൊണ്ട് ഈ രാജ്യത്ത് ഒരു അപകടവും സംഭവിക്കത്തില്ല. അതുപോലെ അതുകൊണ്ടൊന്നും ബസ്സുകൾക്ക് മുന്നിലെ കുപ്പികളുടെ പ്രശ്നം ഉണ്ടാകും. അതിൽ ജീവനക്കാർ വാദിക്കുന്നവർക്ക് ബസ് സ്റ്റാൻഡുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഏഴ് ദിവസമായ കാലി കുപ്പി അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഇട്ടേക്കുന്നത് മര്യാദയല്ല. അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒരടിസ്ഥാന സൗകര്യത്തിനും കുറവില്ല. KSRTCയുടെ എല്ലാ ബസ് ഡിപ്പോകൾക്കും ഹരിത കേരള മിഷനിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം പദ്ധതിയിൽ 84 ബസ് സ്റ്റേഷനുകളിൽ 83നും അവാർഡ് വാങ്ങിച്ചവരാണ് KSRTC ജീവനക്കാർ. 600 ടണ്ണിലധികം മാലിന്യമാണ് KSRTC ജീവനക്കാർ KSRTCയുടെ പെർമിസിൽ നിന്ന് CMDയുടെ നേതൃത്വത്തിൽ റിമൂവ് ചെയ്തത്. ഇതൊന്നും ഇവിടെ ഈ കോമ്പൗണ്ടിൽ നിന്ന് എത്ര ടൺ മാലിന്യം പോയെന്ന് ഇവിടെ ഉള്ള ജീവനക്കാരോട് ചോദിക്കും. അവരൊരു നല്ല കാര്യം ചെയ്തു. അപ്പോൾ ഒരാൾ തെറ്റ് കണ്ടാൽ അത് പറയുക തന്നെ ചെയ്യണം. ഒരു മന്ത്രി എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനേയും വിമർശിച്ചാലും മന്ത്രി എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റ് CEO ആണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അയാൾ ഇതെല്ലാം എല്ലാം കണ്ടിട്ട് കണ്ടില്ല എന്നടിക്കുന്നത് മര്യാദകേടാണ്. ഇപ്പോൾ ഞാനൊരു മന്ത്രിയാണ്, എൻ്റെ മുമ്പിൽ ഒരാൾ ശക്തമായൊരു ട്രാഫിക്കിൽ നിയമലംഘനം നടത്തുകയാണ്, ഞാനത് കണ്ടില്ല എന്ന് പറഞ്ഞ് മിണ്ടാതെ പോകുന്നത് ഞാൻ എൻ്റെ ചെയ്യുന്ന ജോലിയോടും ഞാൻ എൻ്റെ സമൂഹത്തോടും ചെയ്യുന്ന തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ആര് വിമർശിച്ചാലും ഇക്കാര്യത്തിൽ ഒരു മാറ്റമില്ല. പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ള സ്ഥലം വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസിൻ്റെ അവിടെ അല്ല. ഞാൻ പ്രസംഗിച്ചിട്ടും പറഞ്ഞു, പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം ഉണ്ടെങ്കിൽ കുടിക്കാൻ വെച്ച വെള്ളമാണെന്ന് പറയരുത്. കാരണം ചൂടത്ത് ആ കുപ്പി അവിടെ കിടന്ന് പഴുക്കുമ്പോൾ ഉരുകുകയാണ് പ്ലാസ്റ്റിക്. ആ പ്ലാസ്റ്റിക്കും വെള്ളവും കൂടെ ചേർന്നുണ്ടാകുന്ന വിഷപാനീയം KSRTC ജീവനക്കാർ കുടിക്കണ്ട എന്ന് ഞാൻ ആഗ്രഹിച്ചു. പരസ്യമായിട്ടൊന്നും അപമാനിച്ചൊന്നുമില്ല. കാര്യം എന്താ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതെന്ന് ചോദിക്കുന്നത് എങ്ങനെ? ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ തലമുടിയൊന്നും ചെയ്യാൻ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം അപമാനിക്കലെന്നാണോ? അല്ല, നമ്മൾ വൃത്തിയായിട്ട് നടക്കണം. ആരാണ് ഈ നമ്മുടെ നാട്ടിൽ റോഡിലോട്ട് ഇറങ്ങും? ആരാണ് വൃത്തികേടായിട്ട് നടക്കുന്നത്? മാലിന്യം വലിച്ചെറിയുന്ന ഒരു ദുശീലം അത് നമുക്ക് പാടില്ല. അത് ഈ സർക്കാരിൻ്റെ ഒരു മാലിന്യമുക്ത കേരളം സർക്കാരിൻ്റെ ഒരു പോളിസിയാണ്. ആ മാലിന്യമുക്ത കേരളം പ്രഖ്യാപിച്ചിട്ട് എല്ലാ ബസ് സ്റ്റേഷനുകളിലും വേസ്റ്റ് ബിൻ വെച്ചു. എല്ലാ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലും ഇവിടെ നിന്നാണല്ലോ ഈ പാപ്പനംകോട് നിന്നാണ് ചെയ്തു പോയത്. എല്ലാത്തിലും കാണാതെ പറയരുത്. അതിനകത്തെല്ലാം വേസ്റ്റ് ഇടാനുള്ള ബോക്സ് വെച്ചു. ഞാൻ ചോട്ടെ, എനിക്ക് കുപ്പിയിൽ വെള്ളം കുടിക്കണം, ഒരു 7-10 കുപ്പിയുണ്ട്, ഞാനത് കളയത്തില്ല. ഇത് സൂക്ഷിച്ച് വെച്ച് വിൽക്കാനൊന്നും അല്ലല്ലോ. ഒരു ബിഗ് ഷോപ്പർ എടുത്ത് വയ്ക്കുക, ആർക്കും ചെയ്യാവുന്നൊരു കാര്യം. അതിൽ ഇത് ഇട്ട് വയ്ക്കാം, ഉപയോഗിച്ച് കുപ്പി അവിടെ ഇട്ട് വയ്ക്കാം. ഒരു കുപ്പി അവിടെ കിടക്കുകയാണ്, ഈ കുപ്പി ഉരുണ്ടു, ഡ്രൈവർ അടിയിൽ കൂടെ ഉരുണ്ട് ബ്രേക്കിൻ്റെ അടി വന്നു. ചവിട്ടിയപ്പോൾ ബ്രേക്കിൻ്റെയും ഇടയിൽ ഈ കുപ്പിയിൽ വെള്ളം കൂടെ കയറിയിരുന്നു. ചവിട്ടി ബ്രേക്ക് കിട്ടിയില്ല, വണ്ടി ഇടിച്ചാൽ ഉത്തരം പറയും. അങ്ങനെയൊക്കെ പല വശങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല, ആരോടും വിശദീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചോദിച്ചത് കൊണ്ട് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആളാണ്. KSRTC ജീവനക്കാരുടെ എന്നോടൊരു പിണക്കും അവർക്കില്ല. ഞാൻ സ്വന്തം ജ്യേഷ്ഠനെ പോലെ കണ്ടാണ് അവരടുത്ത് പറയുന്നത്. അതവർ അനുസരിക്കും. അത് ബഹുഭൂരിപക്ഷം വരുന്ന KSRTC ജീവനക്കാരും വളരെ മനോഹരമായിട്ടാണ് വണ്ടികൾ ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. വളരെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് അവരെ അഭിനന്ദിക്കുകയാണ്. ഇതിനിടയ്ക്ക് 1-2 ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ അതിനെ കരിവാരി തേക്കാൻ ശ്രമിക്കരുത് എന്ന് മാത്രമേ പറയാൻ. വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം, അങ്ങനെ ചെയ്യരുത്. നെഗറ്റീവായിട്ട് നമ്മൾ തിങ്ക് ചെയ്യരുത്. അതിൽ ഒരു ജ്യേഷ്ഠനെ പോലെ, എന്നെക്കാലം പ്രായം കുറഞ്ഞ ആളാണ്, എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെ ഞാൻ ശാസിക്കുമ്പോൾ അതനുസരിക്കണം. അത് മുതലാളി ആയതുകൊണ്ടല്ല, ജന്മി ആയതുകൊണ്ടല്ല. ഞാൻ ഒരു പാവപ്പെട്ടവനാണ്. ഞാൻ സ്നേഹത്തോടെ തന്നെയാണ് ഒരു പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് വന്നാൽ മനസ്സിലായി, ഇവിടുത്തെ ജീവനക്കാർക്ക് എന്നോട് എന്ത് സ്നേഹമാണ്. അവർക്ക് പല പാർട്ടിയില്ലേ, അവർ കുറച്ച് പേർക്ക് എന്നെ കാണുമ്പോൾ കൊണ്ട് മാറി എന്നോടെ. അതൊന്നും അവർ ചെയ്യില്ല. കാരണം അവരോട് ഞാൻ സ്നേഹത്തോടെ പെരുമാറത്തുള്ളൂ, കരുണയോടെ പെരുമാറത്തുള്ളൂ. ഞാൻ സമൂഹത്തിൽ കരുണയോടെ പെരുമാറുന്ന ഒരു സാധാരണക്കാരനാണ്. അല്ല, 100 സ്ത്രീകളെന്നൊന്നുമല്ല, അതിൽ കൂടുതൽ ആൾക്കാർ പോയിട്ടുണ്ട്. കാരണം ഇത് കാലാകാലങ്ങളിൽ ഇപ്പം ഡ്രൈവറും കണ്ടക്ടറും, നിങ്ങളിത് കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഡ്രൈവറും കണ്ടക്ടറും ആണ് ബദലിയായി എടുക്കാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബദലിയായി എടുക്കാൻ അനുവാദം തന്നിരിക്കുന്ന ഡ്രൈവറെയും കണ്ടക്ടറെയും മാത്രമേ ഉള്ളൂ. കാലാകാലങ്ങളിൽ ഇരുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അവർക്ക് ഇഷ്ടമുള്ളവരെയെല്ലാം സർവീസിൽ ക്ലർക്കായിട്ട് കയറ്റുകയാണ്. ഈ ഡ്രൈവർ ബദലിയാണെങ്കിലും സ്ഥിരം ജീവനക്കാരനാണെങ്കിലും കണ്ടക്ടർ, ഈ 2 കാറ്റഗറിയിൽപ്പെട്ടവർ ബദലിയാണെങ്കിലും സ്ഥിരം ജീവനക്കാരാണെങ്കിലും അവർ വന്ന് വണ്ടി ഓടിച്ചാൽ മാത്രമേ അവർ ശമ്പളം 16 ദിവസം വണ്ടി ഓടിച്ചാലേ അവരുടെ ബില്ല് മാറത്തുള്ളൂ. ഇതാണ് KSRTC രീതി. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഒരു ജോലിയില്ലെങ്കിലും രാവിലെ വന്ന് ഒപ്പിട്ടാൽ അന്നത്തെ ശമ്പളം കിട്ടും. അതായത് കഷ്ടപ്പെട്ട് ഈ ചൂടത്ത് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്കും കണ്ടക്ടർക്കും വന്ന് ജോലി ചെയ്താൽ മാത്രം ശമ്പളം. ഇവർക്ക് വന്നു കഴിഞ്ഞാൽ ഒപ്പിട്ടാൽ ശമ്പളം. ഇത് ആരാണ്, ഏത് മാർഗത്തിലൂടെയാണ് ഇവർ ഇതിനകത്ത് പ്രവേശിച്ച്? എംപ്ലോയ്മെൻറ്റ് വഴിയാണോ? അല്ല. ഓരോ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും മാറി വരുമ്പോൾ എനിക്കും മണേ ചെയ്തുകൂടി. പത്തനാപുരത്തും കൊട്ടാരക്കരയിലെ ഒരു 15 പേരെ ഞാനും അങ്ങ് എടുത്തേരെ എന്ന് പറഞ്ഞാൽ CMD എടുക്കും. അവർക്കും ഇതിനകത്ത് കഴിച്ചു കൊടുക്കണം. അവർക്ക് ജോലിയൊന്നും ഉണ്ടാവില്ല. അത് വേണ്ട. എല്ലായിടത്തും MLA മാരെ 12 ഉപയോഗിച്ച് കമ്പ്യൂട്ടർ വെച്ചു,
കമ്പ്യൂട്ടർ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് ചെയ്യാനുള്ള ജോലി എവിടെ ഉള്ളൂ. അത് ആ ജോലിയിൽ മാറ്റം വരുത്തണം. ടിക്കറ്റിംഗ് മെഷീൻ വന്നു, ഓഫീസുകളിൽ ഈ ഓഫീസുകൾ വന്നു. എന്നിട്ടും ആളുകൾ വെറുതെ ഇരുന്ന് ശമ്പളം കൊടുക്കാൻ തൽക്കാലം KSRTC കഴിയത്തില്ല. ആര് പിണങ്ങിയാലും ഉള്ള കാര്യം പറയാതിരിക്കാതെ എങ്ങനെ കയറി? സംവരണം പാലിച്ചാണോ കയറിയത്? ഇവർ എംപ്ലോയ്മെൻറ്റ് വഴിയാണോ വന്നത്? PSC വഴിയാണോ? അല്ല. ഇവരെ കാലാകാലങ്ങളിൽ ഓരോരുത്തർ വളഞ്ഞ വഴി കൂടെ പിൻവാതിൽ നിയമനം നടത്തിയിട്ട് അതെല്ലാം സഹിച്ചു കൊള്ളണം. അല്ലല്ല, ചുമ്മാ പറയുന്നത്. എംപ്ലോയ്മെൻറ്റ് വഴി ഇവിടെ ആളെ എടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എംപാനൽ എടുക്കരുത്. പകരം ബദലി, ശബരിമല ഉള്ള സീസൺ വരുന്ന വണ്ടി ഓടിക്കാൻ നിവൃത്തിയില്ല സിറ്റുവേഷൻ വന്നാൽ ഡ്രൈവറെയും കണ്ടക്ടറെയും ബദലിയായിട്ട് എടുക്കാമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. ക്ലറിക്കൽ സ്റ്റാഫിനെ എടുക്കാൻ ഹൈക്കോടതിയിൽ അനുമതിയില്ല. അവർക്ക് തർക്കമുണ്ടെങ്കിൽ ഹൈക്കോടതി പോയി ചോദിക്കാം. ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഡ്രൈവറെയും കണ്ടക്ടറെയും എമർജൻസി ആണെങ്കിൽ ബദലിയായിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അവരോടൊരു ദ്രോഹം ചെയ്യില്ല. അവരോട് എനിക്ക് എന്ത് വ്യക്തിപരം എന്ത് വിരോധം? നിങ്ങൾക്ക് ആലോചിച്ചൂടെ? ഞാനൊരു മന്ത്രിയില്ലേ, എനിക്കും വേണമെങ്കിൽ ഇപ്പം ഞാനും വോട്ട് കിട്ടാൻ വേണ്ടി ഒരു 10-30 പേരെ ഞാനും കയറ്റിയാലോ? എൻ്റെ പാർട്ടിക്കാരൊരു 10-30 പേരെ ഞാനും കയറ്റാം. ശരിയോ? ഞാൻ ചെയ്യുന്നത് ശരിയോ? അതാണോ ശരി? ഇതാണോ ശരി? ഇത് ഞാനല്ല പിരിച്ചുവിടുന്നത്. അവർക്ക് ആവശ്യമില്ല. KSRTC CMD നടത്തുന്ന പഠനത്തിൽ അവർക്ക് അത്രയും സ്റ്റാഫിന് ആവശ്യമില്ല. ഇനി അതൊന്നും ഞാൻ ഇന്ന ആളെന്നൊന്നും പറയുന്നില്ല. ഇപ്പോഴൊന്നും അല്ല, കുറേ കാലമായി തുടങ്ങിയിട്ട്. 2001 ഞാനിവിടെ മന്ത്രിയായിരുന്നിട്ടുണ്ട്. അന്ന് ഒരിക്കലും ക്ലറിക്കൽ സ്റ്റാഫിനെ എംപാനലായിട്ട് എടുത്തിട്ടില്ല. ഇത് 2008 ശേഷമാണ് ഈ പരിപാടി ആരംഭിച്ചത്. ഈ പരിപാടി ഒരു നല്ല പരിപാടിയല്ല, സാമൂഹ്യ നീതിക്ക് ചേരുന്നതല്ല. ഇത് എംപ്ലോയ്മെൻറ്റ് വഴി സംവരണ തത്വങ്ങൾ പാലിച്ചല്ല വന്നത്. അത് ശരിയല്ല. മാത്രമല്ല അങ്ങനെ വെറുതെ ശമ്പളം കൊടുക്കാൻ ഇപ്പോൾ KSRTC ഇല്ല. കാരണം ആവശ്യമുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വെച്ചാൽ നിങ്ങൾ മനസ്സിലാകും. കമ്പ്യൂട്ടർ വെച്ചാൽ ഈ ടിക്കറ്റ് ആൻഡ് ക്യാഷിൽ ഇരിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ജോലിയുള്ളത്. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അവർ ഒരു അരമണിക്കൂറത്തെ ജോലി ഒരു ദിവസമില്ല. അപ്പോൾ ഒരു ക്ലറിക്കൽ സ്റ്റാഫിനോട് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, കൊട്ടാരക്കര ഡിപ്പോയിൽ ഒരു കണ്ടക്ടറിന് ലീവാണ്. അദ്ദേഹത്തിൻ്റെ ലീവ് ആപ്ലിക്കേഷൻ തിരുവനന്തപുരത്തേക്ക് അയച്ചു, ഫോർവേഡ് ചെയ്തു. ഒരു കമ്പ്യൂട്ടറിൽ ഇത് ഫോർവേഡ് ചെയ്യാൻ എത്ര സെക്കൻഡ് എടുക്കും? നമ്മളെല്ലാം ആലോചിക്കണം. അല്ലാതെ ഇത് എല്ലാം ചെയ്തോണം, ആരും ഒന്നും ചെയ്യരുത്, ആരും പിരിച്ചുവിടുന്നില്ല. ഇനി വേറെ വരുന്നുണ്ട്, അതുകൂടെ പറയാം. എല്ലാ സ്ഥലത്തും ക്യാമറ വയ്ക്കുക. ക്യാമറ വയ്ക്കുമ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് വഴി വെച്ചിരിക്കുന്ന എല്ലാ സെക്യൂരിറ്റിക്കാരെയും ഒഴിവാക്കും. എല്ലാം കംപ്ലീറ്റ് ക്യാമറ വയ്ക്കുകയാണ്. അതായത് മുക്കും മൂലയിലും ക്യാമറ വയ്ക്കുകയാണ്. ഈ വകയിൽ തന്നെ ഒരു 19 ലക്ഷം രൂപ ഒരു മാസം ലാഭിക്കാം. പലിശ കൊടുക്കാമല്ലോ, അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ ദുഷ്ടലാക്കൊന്നുമില്ല. അതൊന്നും ആരും CMD ഒരു ദ്രോഹം ചെയ്തില്ല, ആരും ചെയ്തില്ല. മിക്കവാറും MLA മാരെല്ലാം പൈസ തന്നു. 26ഓളം ഡിപ്പോകൾ ഈ ഡിപ്പോകളായി മാറിക്കഴിഞ്ഞു. ഈ ഓഫീസാണ് കംപ്ലീറ്റ്. KSRTCയുടെ ഹെഡ് ഓഫീസിൽ 24 സെക്ഷനുണ്ട്. 24 സെക്ഷനും ഈ ഓഫീസാണ്. പെൻഷൻ ഫയലുകളൊക്കെ ഇങ്ങനെ ഡിപ്പോകളിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. പെൻഷൻ പറ്റിയ ആളുകളുടെ 80 ഫയൽ 90 ഫയലാണ് വെച്ചിരിക്കുന്നത്. ഇത് മുഴുവൻ ക്ലിയർ ചെയ്ത് ഹെഡ് ഓഫീസിൽ കൊണ്ടുവന്ന് ആ പേപ്പറുകൾ ക്ലിയർ ചെയ്ത് അവർക്ക് പെൻഷൻ കിട്ടാനുള്ള നടപടി സ്വീകരിക്കും. ഇതൊക്കെ അവരെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പെൻഷൻ പറ്റിയവരുടെയും സർവീസുകളുടെ ഗുണത്തിനാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ എനിക്കിതുകൊണ്ട് ഒരു ലാഭമില്ല. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നമ്മളിത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം വിട്ടിട്ട് പോകേണ്ട ആളാണ്. അതിന് ഒരു വിഷമമുള്ള ആളല്ല. ഇത് ചോദിച്ചും പറഞ്ഞും കുപ്പി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടാലും എനിക്കൊന്നും